in this particular clip, I have chit-chatted with you a lot, but I don't know what happened. The audio was deleted. I don't know even the audio was even recorded. I think it is not even recorded, so it's a sad news for me. Then I didn't mean that the entire video is been without music or something, but I just meant that that particular video is out of sound. Sorry for that. Evening or good afternoon. So it's around 4:30. Sorry for the inconvenience. I just didn't even remember that I'm taking a video heading. So I thought of making some good general based title day in my life vlogs and daily basis vlogs ഒക്കെ എടുക്കാം. And if there is something special, then only I will post this video. Okay. Then I'm Mittu. Mittu. Mittu sir. ഹലോ, അപ്പം ഇപ്പം ഞാനിപ്പോൾ ഷോപ്പിൽ പോയി വന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നൊരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു എക്സാം വീക്കിൻ്റെ ഇടയിൽ ഈ ഒരു ഹോള് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയില്ല. സോ പിന്നെ ഈ ബുക്ക് സൈഡിലിരിക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടുപിടുത്താണ്. ഇത് ഇന്നലെ ഞാൻ വായിച്ചു എടുത്തു കേട്ടോ. മാഗ്നസ് ഫീസ് ഇൻ ദ സോർഡ് ഓഫ് സമ്മർ ബൈ റിക് റിയോർഡൻ. ഇറ്റ് വാസ് എ നൈസ് ബുക്ക്. ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി. ഞാൻ വാങ്ങിച്ച ടൈം ഐ ഡോണ്ട് നോ, ഇറ്റ്സ് മോർ ദാൻ 1.5 years. ഞാൻ ഇത്രയും എടുത്തു വെച്ചിട്ടുള്ളൊരു ബുക്ക് ഉണ്ടാവില്ല. ഐ ഡോണ്ട് നോ. ഞാൻ ഇത് കുറേ നാൾ മുമ്പ് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് പറ്റിയാണ് ഞാൻ താഴെ ഇടാം. ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ഐ വിൽ ലൈക്ക് എന്ന് വായിച്ചു തീർക്കുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എനിക്കൊരു ക്രേസ് ഇല്ലായിരുന്നു. പിന്നെ എന്നോ ഇത് ഞാൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊരു 4th ചാപ്റ്റർ എന്തോ എത്തിയപ്പോൾ ഞാൻ എപ്പോഴും കൊണ്ട് സ്റ്റോപ്പായി. എന്തിനത് നിർത്തി വെച്ചെന്ന് എനിക്ക് അറിയില്ല. എന്തൊരു പെർട്ടിക്കുലർ റീസൺ കാരണം ഇത് സ്റ്റോപ്പായി. പിന്നെ ഈ ബുക്കിനെ കുറിച്ച് ഞാൻ വിട്ടു. ഞാൻ വേറെ ഏതൊക്കെയോ ഹാരി പോട്ടറിൻ്റെ ഇടയിലാണ് വായിച്ചത് ആൻഡ് മെനി അതർ ബുക്സ്. ഇപ്പം ലാസ്റ്റ് ഞാൻ വായിച്ചത് 3000 Stitches ഇല്ലേ, സുധാമൂർത്തിയുടെ. അപ്പം സുധാമൂർത്തിയുടെ ആ ബുക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ സുധാമൂർത്തിയുടെ വേറൊരു ബുക്ക്, സുധാമൂർത്തിയുടെ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ, എന്തൊരു കോസ്മോ ബുക്സ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് സുധാമൂർത്തി മാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇനീഷ്യേറ്റീവായിട്ട് പോകാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയ ദിവസം ഞാൻ അവിടെ നിന്ന് സുധാമൂർത്തിയുടെ സൈനോട് കൂടിയിട്ട് വാങ്ങിച്ചൊരു ബുക്കാണത്. സോ ഐ ആം ലൈക്ക് ഹാവൻ. ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് സുധാമൂർത്തി മാം. ഞാൻ 3000 Stitches, പിന്നെ 2 കൊമ്പുള്ള മുനി എന്ന് പറഞ്ഞിട്ട് മലയാളം ട്രാൻസ്ലേറ്റഡ് ബുക്ക്, പിന്നെ 3000 Stitches. ഇറ്റ്സ് എ അമേസിങ് ബുക്ക്. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂട്ടോ. എബവ് 14 ലൈക്ക് ആ ഏജിൽ വായിക്കാം. അതിന് മുമ്പ് വായിച്ചാലും നമ്മുടെ ഇന്ത്യൻ ഓതർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കമ്പാരിറ്റീവ്ലി വെരി നൈസ് ആയിട്ടുള്ളൊരു എന്താ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ക്രൈറ്റീരിയ ആണ്. പിന്നെ ഈ ബുക്ക് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് എന്താ ഞാൻ ഈ ബുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കാരണം എന്ന്. ഈ ബുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം ഇതിൻ്റെ ലാംഗ്വേജ് ആ ഒരു തിയറി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്കങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഐ റെഡ് ഇറ്റ് when I was in 8th standard, not 8th standard, 7th standard last ഒക്കെ ആണെന്നു.
I think it's mostly around 2.5 years. അയ്യോ ഇപ്പോഴായിട്ട് ഞാൻ ചിന്തിക്കുന്നേ. ഞാൻ ഓൺലൈനിലും ആദ്യമായിട്ട് വാങ്ങിച്ച ബുക്ക് ഇതാണെന്ന് തോന്നുന്നു. റിയലി ഞാനിപ്പോഴാണ് അറിയുന്നേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ബുക്ക് ഞാൻ അന്ന് എനിക്ക് എന്തോ ലാംഗ്വേജ് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സ്റ്റോറിയുടെ ആ ഒരു രസം അങ്ങോട്ട് കിട്ടുന്നില്ല. ഈ 1 വീക്കായിട്ട് 1.5 വീക്സ് ആയിട്ട് ഞാൻ ഈ ബുക്ക് വായിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടിയാണ് ഞാൻ സുധാമൂർത്തിയുടെ ലാസ്റ്റ് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ പെട്ടെന്ന് തന്നെ മൈൻഡിൽ ഔട്ടാട്ടോ. അപ്പൊ ആ ആദ്യം വായിച്ചിരുന്നത് അത് കഴിഞ്ഞ് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താട്ടത്. അങ്ങനെ ഇത് തീർന്നിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് അഡ്വഞ്ചറസ് ബുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഹാരി പോട്ടർ മാത്രമാണ് എനിക്ക് അഡ്വഞ്ചറസ് ബുക്കിൽ ഇഷ്ടമുള്ളത്. ഐ ഡോണ്ട് നോ അത് അത്ര ഹൈപ്പ് കിട്ടിയ ബുക്ക് ആയതുകൊണ്ടാണോ, പക്ഷെ എനിക്ക് അതിനൊരു ഹേർട്ട് ഉണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻ്റെ മൈൻഡിലേക്ക് കയറുന്നില്ല. കാരണം ഐ എം നോട്ട് ആൻ അഡ്വഞ്ചറസ് പേഴ്സൺ. And I'm not an adventurous person. I never loved that type of genre. അപ്പോൾ ഞാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാവും എനിക്ക് ഇതിൻ്റെ അടുത്ത സീരീസ് വായിക്കണം, അടുത്ത വായിക്കണം, അങ്ങനത്തെ ഒരു ഈവനിങ് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഇല്ല. ഞാൻ തോന്നുന്നില്ല. ബട്ട് ആക്ച്വലി അങ്ങനത്തെ ഒരു അവസരം കിട്ടുകയാണ്. ഈ ബുക്ക് ഞാനിപ്പോൾ വാങ്ങിക്കാനൊന്നും പോകുന്നില്ല. ബട്ട് ഇഫ് something happened to my life and I will get into a library which have this book, then I will surely read this. If something happened like that, I will surely post a video on that. Okay, അപ്പോൾ നമുക്ക് സാധനങ്ങളുടെ അൺബോക്സിംഗിലേക്ക് പോവാം. കുറച്ച് ഷീറ്റ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് പ്രൊജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് സ്കൂൾ പ്രൊജക്ട്, പിന്നെ ഇത് കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ട് എക്സാം കഴിഞ്ഞിട്ട്, ക്രിസ്മസ് ബേസ്ഡ് ആയിട്ട്. സോ അതിനും പിന്നെ പ്രൊജക്ട്സിനൊക്കെ ആയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടോ, കുറച്ച് ഫോം ഷീറ്റാണ്. കളർ ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, കളർ പേപ്പേഴ്സ്, കാരണം എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ 2 റേസേഴ്സ് അപ്സരയുടെ ആണ്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഇത് എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ ഇതിലാകുമ്പോൾ കുറേ സാധനങ്ങൾ ഒതുങ്ങുകയും ചെയ്യും. പിന്നെ എക്സാമിനൊക്കെ ഇതാണ് കൺവീനിയൻറ്റ്. പിന്നെ എന്തിന് 15 റുപ്പീസ് എന്തോ ആയിരുന്നു, എൻ്റെ ഓർമ്മയിൽ എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഞാൻ 2 ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 കളർ മാർക്കേഴ്സ്, ചിസൽ മാർക്കേഴ്സ് വാങ്ങിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോയി. എന്നിട്ട് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് ബാഗിലേക്ക് വെച്ചു. അപ്പോൾ ഞാൻ പുതിയ പൗച്ചിൽ എല്ലാം സെറ്റാക്കിയിട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ നാളെ പോയി എക്സാം എഴുതിയാൽ മതി. അതായത് ആ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം പോയിട്ട് എക്സാം എഴുതിയാൽ മതി. എല്ലാം പ്രിപ്പയർഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അന്നത്തെ എക്സാമിൻ്റെ സബ്ജക്ട്സ് മാത്രമേ കൊണ്ടുപോകുള്ളൂ. കാരണം 12 noon വരെയല്ലേ നമുക്ക് പരീക്ഷയുള്ളൂ. പിന്നെ ജോമെട്രി ബോക്സ് കൊണ്ടുപോകുന്നുണ്ട്, കാരണം മാത്സ് ആണല്ലോ എക്സാം. അപ്പോൾ ജോമെട്രി ബോക്സ് എന്തായാലും റിക്വയർഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ റൈറ്റിംഗ് പാഡ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ.